വിധു എവിടെ? അവക്ക് ഊണൊന്നും വേണ്ടേ? അവള് മുറി അടച്ച് അകത്തിരിപ്പാ. എന്ത് പറഞ്ഞിട്ടും തുറക്കുന്നില്ല. അവക്ക് വിശക്കുന്നില്ലെന്ന്. അങ്ങനെ കൊണ്ട് വിശക്കായിരുന്നു ദിവാരനുണ്ടോ? ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. നമ്മൾ വാഴ വെല്ലിപ്പിടിക്കാൻ വന്നതല്ല. ഒരാൾ മതി, ഇങ്ങോട്ട് മാറിയേക്ക്. മോളെ വിധു, വാതിൽ തുറക്ക്. ഇത് കേശവമാനാ. വിധു മോളെ, നീ എന്താ ഉറങ്ങണോ? എന്താടി? അല്ല, അവൾ ഉറങ്ങുകയാണെങ്കിലേ ചേട്ടന്റെ ചോദ്യം അവള് കേൾക്കുവോ? വിധുമോളെ, നിന്റെ കേശവമാനായി പറയണത്. നിനക്ക് വിശക്കണില്ലെങ്കിൽ കേശവമാനും വിശക്കണില്ല. ദേ, ഈ വാതിലിന്റെ മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം രക്ഷിക്കാൻ പോവാ. വിധുമോള് വന്നില്ലെങ്കിൽ മരണം വരെ കേശവമാൻ ഇവിടെ ഇരിക്കും. എനിക്കറിയില്ലേ കേശവമാൻ വിളിച്ചാ മോള് വരാതിരിക്കില്ലെന്ന്. ദിവാരൻ പോയി. ഒന്നും കഴിച്ചില്ലേ? കഴിച്ചെന്ന് പറഞ്ഞാൽ കഴിച്ചു. കുഞ്ഞിന് വിളമ്പി കൊടുക്കും. കാർത്തു, ഇവളിവിടെ വരുമ്പോഴാ ഈ വീട്ടിനൊരു അനക്കം വയ്ക്കാറ്. ഈ കണക്കിനാണെങ്കിൽ വല്ലപ്പോഴും സംസാരിക്കുന്നത് നമ്മളും മിണ്ടാപ്രാണികളായി പോകും. മോളെ, നീ ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. പൊന്മുടി ഒന്ന് പോയിട്ട് എന്ത് നേടാനാ? നിന്റെ അമ്മയുടെ ആത്മാവ് ഇവിടെ നിന്നോടൊപ്പം ഉണ്ടാവും. നേരെ കുഞ്ഞെ, നിന്റെ അമ്മയ്ക്ക് നിന്നെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. നിന്നെ നോക്കാനായി എന്നെ ഇവിടെ നിർത്തിയത്. സത്യം പറഞ്ഞ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? എപ്പോഴെങ്കിലും നിന്റെ അമ്മ നിന്നെ എന്റെ കയ്യിലോട്ടൊന്ന് തന്നിട്ട് വേണ്ടേ? മോൾ എന്നത്തെയും പോലെ ഇവിടെ പാട്ടും കളിയുമായി ചിരിച്ചു കഴിയണം. മുഖം ഉയർത്തിയിരിക്കും മോളെ. ഇങ്ങോട്ട് നോക്കിയേ.